ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടരാജിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അമേരിക്ക. ഒറ്റ ദിവസം കൊണ്ട് 1,00,000-ലധികം ജീവനക്കാരാണ് വിവിധ വകുപ്പുകളിൽ നിന്ന് രാജിവെക്കുന്നത്. സർക്കാർ ചെലവുകൾ കുറയ്ക്കാനും ഫെഡറൽ വർക്ക് ഫോഴ്സ് കുറയ്ക്കാനുമുള്ള ട്രംപിന്റെ തീവ്ര പ്രയത്നത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി. ട്രംപ് ഭരണകൂടത്തിന്റെ ഡിഫറൻസ് റെസിഗ്നേഷൻ പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ 30-ന് 1,00,000-ലധികം ജീവനക്കാർ വിവിധ വകുപ്പുകളിൽ നിന്ന് ഔപചാരികമായി രാജിവെക്കുമെന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം US ഫെഡറൽ സേവനത്തിൽ നിന്ന് ഒറ്റ ദിവസം ഇത്രയും വലിയ സംഖ്യയിലുള്ളവർ പിന്മാറുന്നത് ആദ്യമാണ്. ജനുവരി 28-ന് ആരംഭിച്ച ഈ ഡിഫറൻസ് റെസിഗ്നേഷൻ ഓഫറിൽ ഏകദേശം 2.75 ലക്ഷം ജീവനക്കാർ ആകെ രജിസ്റ്റർ ചെയ്തു. അതിൽ ഭൂരിഭാഗവും ഈ മാസാവസാനത്തോടെ പൂർത്തിയാകും. പദ്ധതി അംഗീകരിക്കുന്നവർക്ക് 8 മാസത്തെ ശമ്പളവും ബെനിഫിറ്റ്സുകളും ലഭിക്കും. അതേസമയം അവരുടെ ജോലി ഡ്യൂട്ടികൾ പുനർനിയോഗിക്കപ്പെടുകയോ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യും. ഈ കാലയളവിൽ അവർ പെയ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലീവിൽ, അതായത് ശമ്പളത്തോടു കൂടിയുള്ള അവധിയിലായിരിക്കും. ജൂലൈയിൽ പുറത്തുവിട്ട സെനറ്റ് റിപ്പോർട്ട് പ്രകാരം ഈ പദ്ധതിക്ക് $14.8 ബില്യൺ, അതായത് ഏകദേശം 1.30 ലക്ഷം കോടി രൂപ ചെലവ് വരും. എന്നാൽ ഭാവിയിൽ പ്രതിവാരം $28 ബില്യൺ ലാഭം സാധ്യമാകുമെന്ന് ഭരണകൂടം വിലയിരുത്തുന്നു. കോൺഗ്രസിന്റെ ഫണ്ടിംഗ് ബില്ല് പാസാക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നതിനിടയിൽ ഡെമോക്രാറ്റ് നേതാക്കളുമായുള്ള ചർച്ചകൾ നിർണായകമായിരിക്കുന്നു. ഫണ്ട് ഉറപ്പാക്കാത്തതിനാൽ ഗവൺമെന്റ് ഷട്ട്ഡൌൺ ഭീഷണി നിലനിൽക്കുന്നു. ഇത് കൂടുതൽ പിരിച്ചുവിടലിലേക്ക് നയിക്കാമെന്നാണ് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഡെമോക്രാറ്റുകളും യൂണിയനുകളും പദ്ധതിയുടെ നിയമപരമായ ധാർമ്മികത ചോദ്യം ചെയ്ത് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് ഭരണകൂടത്തിന്റെ അധികാര പരിധി മറികടക്കുന്നുവെന്ന് ആരോപിക്കുന്നു. ഈ ഓഫർ സ്വമേധയാ ആണെങ്കിലും പല ജീവനക്കാരും സമ്മർദ്ദത്തിന് കീഴിൽ അംഗീകരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഭാവി തൊഴിൽ സാധ്യതകൾ സംരക്ഷിക്കാൻ പലരും അജ്ഞാതരായി സംസാരിക്കുന്നു. കാരണം ഓഗസ്റ്റ് 2025-ലെ തൊഴിലില്ലായ്മ നിരക്ക് 4.3% ഉയർന്നു. ട്രംപിന്റെ താരിഫ് നയങ്ങൾ മൂലം തൊഴിൽ സൃഷ്ടി വെറും 22,000-ൽ ഒതുങ്ങി. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിലെ ഒരു ആർക്കിയോളജിസ്റ്റ് പോലുള്ളവർ, ഞങ്ങൾക്ക് ജോലി ഇഷ്ടമായിരുന്നു, പക്ഷേ ഭീഷണിയും സമ്മർദ്ദവും മൂലം രാജിവെക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഈ കൂട്ടരാജി US സൊസൈറ്റിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഫെഡറൽ ഏജൻസികളുടെ പ്രവർത്തനക്ഷമത കുറയുകയും ദേശീയ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതികരണം ദുർബലമാകുകയും ചെയ്യാം. ഈ സംഭവം ട്രംപിന്റെ പ്രൊജക്ട് 2025 പദ്ധതിയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഈ ഫെഡറൽ ഗവൺമെന്റിന്റെ വലിപ്പം കുറയ്ക്കാനും കൂടുതൽ കൺസർവേറ്റീവ് ജീവനക്കാരെ നിയമിക്കാനുമുള്ള ശ്രമമാണ്.